എന്നോട് ഉസ്താദ് രാത്രി ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് ആള് അടുത്തിരുത്തി ഒരുമാതിരി വീഡിയോസൊക്കെ കാണിച്ചു തരുമായിരുന്നു. നമ്മുടെ മൗത്തിൽ മുറുക്ക പിടിക്കും, നമ്മുടെ എല്ലാ സ്ഥലത്തും നമ്മൾ മോശമായിട്ട് പെരുമാറി. 8 തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതിവിടെ ഉള്ളതാണ്, നീ ഇതാരോടും പറയരുത്, ഇത് പുറത്തറിഞ്ഞാൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞു. ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സ് പറയും ചെല്ലാൻ പറയും. അപ്പം നമ്മൾ ചെല്ലാണ്ടിരിക്കാൻ പറ്റൂലല്ലോ, നിങ്ങൾ പോകണം നിർബന്ധമാണ്, ഉസ്താദ് വിളിക്കേണ്ടത്. ടീച്ചേഴ്സ് എന്നോട് ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞ് ചോദിക്കരുത്, അത് അവരുടേതായിട്ട് അവർ ചെയ്തോളും, നമ്മായിട്ടൊന്നും. എനിക്ക് അനുഭവം ഉണ്ടായി. എനിക്ക് എൻ്റെ ഉമ്മയും വാപ്പുണ്ട് പറയാൻ. അവിടെ കുറേ പിള്ളേരുണ്ട് ഉമ്മയും വാപ്പില്ലാത്തവർ. അവർക്കൊക്കെ ആരുണ്ട്, നിയമം തന്നെ വേണ്ടേ? ഇപ്പോൾ ഞാനിപ്പോൾ കേസ് കൊടുത്തിട്ട് കുറേ നാളായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമസ്കാരം. ഇവിടെ നമുക്ക് ഈ കോളേജ് സ്റ്റുഡൻറ്റുകൾ, അതുപോലെ ഹോസ്റ്റലിൽ താമസിക്കുന്ന സ്റ്റുഡൻസുകൾ, പെൺകുട്ടികൾ ഏത് രീതിയിലാണ് അവരുടെ കോളേജ് പഠനവും അത് പഠനം കഴിഞ്ഞതിൻ്റെ ശേഷം അവർ ഹോസ്റ്റലിൽ എത്തിയതിൻ്റെ ശേഷം, അവർ താമസിക്കുന്ന സ്ഥലത്ത് എത്തിയതിൻ്റെ ശേഷം ഏത് രീതിയിലാണ് അവരുടെ രീതി നമുക്കിവിടെ കാണപ്പെടുന്ന. നമ്മളിവിടെ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ എന്നല്ല, നാട്ടിന് പുറത്ത് പഠിക്കാൻ അയക്കുന്ന അവർ ശ്രദ്ധിക്കാൻ വേണ്ടി അവരുടെ ജീവിതം, അവരുടെ ഒരു വ്യവസ്ഥ, അവരുടെ രീതി, അവരുടെ സ്വഭാവം ഏത് രീതിയിലാണ് എന്ന് നിങ്ങൾ അവസാനം നിങ്ങൾക്ക് ആ വീഡിയോ കാണിക്കാം. ഇതുകൊണ്ടാണ് കൂടുതൽ പെൺകുട്ടികൾ നശിക്കുന്നത്. സ്വയം നശിക്കുന്നു, പിന്നെ ആരെങ്കിലും നശിപ്പിക്കുന്നു. സ്വയം നശിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ചെലവിന് വേണ്ടി, അവരുടെ എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർ സ്വയം നശിക്കുന്നു. അവിടെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സിസ്റ്റമും ഇല്ല. അകത്ത് പോയതിൻ്റെ ശേഷമാണ് അവിടെ സിസ്റ്റമുള്ളത്. അവിടെ ഇത്ര മണിക്ക് എത്തണമെന്ന് പറയും, ആ സമയത്ത് അവിടെ എത്തിയാൽ തീർന്ന് അവരുടെ ഉത്തരവാദിത്വം. പിന്നെ പുറത്ത് വന്ന് അവർ ഏത് ഡ്രസ്സിലാണ്, ഏത് കോലത്തിലാണ്, ആരുടെ കൂടെയാണ്, അതുപോലും അവിടെ അന്വേഷിക്കാൻ അവർക്കില്ല. അവർ ഫുൾ സ്വാതന്ത്ര്യമാണ്, വലിയ വലിയ സ്റ്റുഡൻസുകളാണ്. ഇതുകൊണ്ടാണ് നമ്മളെ മക്കളെ പുറത്ത് അയച്ച് പഠിപ്പിച്ച് നമ്മൾ വലിയ ഒരു ബീമ്പ് വളക്കുന്നല്ലോ. എൻ്റെ മകള് ബോംബെയിലാണ്, അതല്ലെങ്കിൽ ബാംഗ്ലൂരിലാണ്, അവിടെ ഭയങ്കര സിസ്റ്റമാണ് എന്ന് ഒരു തേങ്ങയും ഇല്ല, സിസ്റ്റമില്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ല. പുറത്ത് വന്നതിന് ശേഷം നമുക്ക് കണ്ണിൽ കണ്ടതാണ് പറയുന്നത്, ദിവസം തോറും എല്ലാ ദിവസങ്ങളും കാണുന്നതാണ് പറയുന്നതും നിങ്ങൾക്ക് കാണിക്കുന്നതും. ഈ രീതിയിലാണെന്ന് കാണിക്കാൻ വേണ്ടി അവസാനം ആ വീഡിയോ കാണുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ സംഭവിച്ചത് ഒരു മുസ്ലിം മദ്രസയിലാണ് ഇസ്ലാമിൻ്റെ പഠനം. അതുപോലെ അവർക്ക് സ്കൂളിൻ്റെ സമയത്ത് അവിടെ തന്നെ സ്കൂളുമുണ്ട്. പിന്നെ താമസമെങ്കിലോ അത് മദ്രസയിലാണ്, മദ്രസയുടെ ഹോസ്റ്റലാണ്. ആ കാര്യമാണ് ഇവിടെ പെൺകുട്ടി നിങ്ങൾക്ക് അല്പം പറഞ്ഞത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഫുള്ളായി നിങ്ങൾക്ക് കേൾപ്പിക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രധാന അധ്യാപകൻ എച്ചമാണ് ഈ പെൺകുട്ടികളെ നശിപ്പിക്കുന്നത്. ഇതൊരു പെൺകുട്ടിയാണ് ഇവിടെ കംപ്ലൈൻറ്റ് പറഞ്ഞതും വീഡിയോയിൽ വന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടു. കൂടുതൽ എന്താണ് ആ പെൺകുട്ടി പറയുന്നത് എന്ന് പോലും കേട്ടതിന് ശേഷം നമ്മൾ അല്പം സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. ആരോടും പറയാൻ നിൽക്കണ്ട, ഇതിവിടെ ഉള്ളതാണ്, നീ ഇതാരോടും പറയരുത്, ഇത് പുറത്തറിഞ്ഞാൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഒരുമാതിരി വീഡിയോസൊക്കെ കാണിച്ചു തരുമായിരുന്നു. അടുത്തിരുത്തിങ്ങായിട്ട് ബലമായി നമുക്കറിയുമെങ്കിലും പുറത്ത് ഒച്ചെടുക്കാതെ കൈ മുറുക്കെ പിടിക്കും, നമ്മുടെ മൗത്തിൽ മുറുക്കെ പിടിക്കും. എന്നിട്ട് എന്നോട് മൂലക്ക് വലിച്ചു കൊണ്ടുപോയി, ഒരു റൂമിൻ്റെ മൂലക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞ് പുറത്ത് ഒച്ചെടുക്കരുത്, ഒച്ചെടുത്താൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച്. എന്നിട്ട് നമ്മുടെ എല്ലാ സ്ഥലത്തും നമ്മൾ മോശമായിട്ട് പെരുമാറി. എന്നിട്ട് എന്നോട് പറഞ്ഞ് പോയിക്കോ, ആരോടും പറയരുതെന്ന് പറഞ്ഞ് ഞാൻ അവിടേക്ക് ചെന്നു. ഹോസ്റ്റലിലേക്ക് ചെന്നപ്പോൾ ടീച്ചേഴ്സ് എന്നോട് ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞ് ചോദിക്കരുത്, അത് അവരുടേതായിട്ട് അവർ ചെയ്തോളും, നമ്മായിട്ടൊന്നും ഇതാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചിങ്ങനെ
എനിക്ക് പോകാൻ പേടിയായിരുന്നു. ഞാൻ പോയില്ല. എന്നിട്ട് വീണ്ടും ടീച്ചറെ വിളിച്ച് പറഞ്ഞു. എന്നിട്ട് ഞാൻ വീണ്ടും ചെന്നു. ഇതുപോലെ തന്നെ വീണ്ടും മോശമായിട്ട് കുറേ തവണ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്. ടീച്ചറാണോ ബന്ധിപ്പിച്ച് വിടുന്നത്? ആ, ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സ് പറയും ചെല്ലാൻ പറയും. അപ്പോൾ നമ്മൾ ചെല്ലാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അല്ലെങ്കിൽ ടീച്ചേഴ്സും ലേഡീസാണ്? ആ, ലേഡീസാണ്. ടീച്ചേഴ്സ് പറയും നിങ്ങൾ പോകണം, നിർബന്ധമാണ്, ഉസ്താദ് വിളിക്കണ്ട്, നമ്മ ഉസ്താദ്മാരെ തെറ്റിക്കരുത്, നേരെ ഗുണമെന്നൊക്കെ പറയും. ഈ ഉസ്താദ് എന്താ മോളെ പഠിപ്പിക്കുന്നത്? എനിക്കൊന്നും പഠിപ്പിക്കും. സഹോദരന്മാരെ, ഇത് നടന്നത് തൃശ്ശൂർ ജില്ലയിൽ കയ്പമംഗലത്താണ്. കയ്പമംഗലത്ത് പ്രവർത്തിക്കുന്ന MIC എന്ന് പറയുന്ന ഒരു സ്കൂളാണ്, മദ്രസയാണ്, അവിടുത്തെ ഹോസ്റ്റലാണ്, തൊട്ടടുത്ത് സ്കൂളാണ്. സ്കൂൾ പഠിച്ചതിന് ശേഷം അവർക്ക് താമസിക്കാൻ ഈ MICയിലാണ്. ഇവിടുത്തെ എല്ലാ ടീച്ചർമാരും അവിടുത്തെ പ്രധാന അധ്യാപകൻ HMനാണ് സപ്പോർട്ടുള്ളത്. പെൺകുട്ടികളെ അവൻ പറയുന്ന സമയത്ത് അവിടത്തേക്ക് അയക്കാൻ. ഇവിടെ നിങ്ങൾ ഫോട്ടോയിൽ കണ്ടല്ലോ, അസർ എന്ന് പറയുന്ന ഒരു യുവാവാണ് അവിടുത്തെ HM. അവിടുത്തെ HM ഈ അസറി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, മഗ്‌രിബിൻ്റെയും ഇശാഇൻ്റെയും ശേഷമാണ് പെൺകുട്ടികളെ ഒറ്റയ്ക്ക് അവിടത്തേക്ക് അയക്കാൻ പറയുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്ത് അവിടെയുള്ള സ്ത്രീ ടീച്ചർമാർ അയക്കുന്നതും അതിനെ ചോദ്യം ചെയ്യാനും പാടില്ല എന്നാണ് പെൺകുട്ടികൾക്ക് പഠിപ്പിക്കുന്നത്. തമ്മിൽ ഒരാളും സംസാരിക്കാനുമില്ല, സ്വാതന്ത്ര്യമില്ല. അവിടെ തമ്മിൽ സംസാരിച്ചാലല്ലേ ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത് മറ്റു കുട്ടികളോട് പറയൂ. അതും ഭയപ്പെടുത്തിയാണ് അവരെ അവിടെ ഇരുത്തുന്നത്. ഇത് ഉസ്താദ് ചെയ്തോളൂ, നിങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന്. അവസാനം ആ പെൺകുട്ടി 8 തവണയാണ് അദ്ദേഹം പീഡിപ്പിച്ചത്. അദ്ദേഹം ഒരു നരമ്പ് രോഗിയായിരിക്കാം. 8 തവണ പീഡിപ്പിക്കുമ്പോഴും ഈ പെൺകുട്ടിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അത്രയും ഭയക്കേണ്ട ആവശ്യമെന്നുണ്ട്. ബഹുമാനമുള്ളവരെ, പഠിക്കാൻ നമുക്ക് സൗകര്യമുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ അയച്ച് വീട്ടിലേക്ക് വരുന്ന രീതിയിൽ പഠിപ്പിക്കാൻ പോരെ? അതല്ലേ പഠിപ്പിക്കേണ്ടത്? ആ രീതിയിലല്ലേ? പെൺകുട്ടികളുടെ ജീവിതമല്ലേ? പഠിത്തമാണോ മുഖ്യം, അതല്ല പെൺകുട്ടികളുടെ ജീവിതമാണോ? ജീവിതം നശിപ്പിച്ച് ആരെങ്കിലും ഈ പെൺകുട്ടികളെ നശിപ്പിച്ച് അവർക്കുള്ള നരമ്പ് രോഗത്തിനെ തീർത്തും കൊണ്ട് ഈ പെൺകുട്ടികളെ ഉപയോഗിച്ച് അതിൻ്റെ ശേഷം ആരെങ്കിലും കാല് പിടിച്ച് ആ പെൺകുട്ടികളെ ഏൽപ്പിക്കുന്നു, കല്യാണം കഴിപ്പിക്കുന്നു, ഇതുപോലെ പ്രചരിപ്പിച്ചാൽ ആ പെൺകുട്ടിയുടെ ജീവിതം ഇങ്ങനെ തകർന്നു എന്ന് പ്രചരിപ്പിച്ചാൽ പിന്നെ ആ പെൺകുട്ടികളെ കെട്ടാനാരും വരികയില്ല. വരാത്ത അവസ്ഥ നോക്കുമ്പോൾ ഗൾഫിലുള്ളതല്ലേ ഒരുപാട് പണം, ആ പണത്തിൻ്റെ കൊതിയും കൊണ്ട്, ആ പണം തരാമെന്ന് ആശിപ്പിച്ചും കൊണ്ട് ഒരുപാട് സ്വർണവും അതുപോലെ പണവും കാറും വണ്ടി എല്ലാം എടുത്തു കൊടുത്തും കൊണ്ട് ഈ പെൺകുട്ടി നശിച്ച പെൺകുട്ടികളെ കെട്ടിക്കുന്നത് ആരെങ്കിലും ഒരു ചെറുക്കനെ നോക്കി കെട്ടിക്കും. പിന്നെ അവനിക്ക് ആ പണവും കാറും വണ്ടിയും എല്ലാം തീരുന്നതോടുകൂടെ, സ്വർണമെല്ലാം തീരുമ്പോൾ അവൻ എവിടെയെങ്കിലും ഇട്ടടിച്ച് പോകും. അത്രയേ ഉള്ളൂ. മൊത്തത്തിൽ ഈ പഠനത്തിൻ്റെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ കുട്ടിയുടെ ജന്മം പാഴായി എന്ന് പറയാം. ജീവിതം നശിപ്പിച്ചു. അവസാനം വരെ ആ പെൺകുട്ടി ദുഃഖിക്കേണ്ടി വരുന്നത്. ഇവിടെ സമയമില്ല, മാതാപിതാക്കൾക്ക് സമയമില്ല പെൺകുട്ടികളെ നോക്കാനും പഠിപ്പിക്കാനും, പഠിപ്പിച്ച് തിരിച്ചു വരുന്ന സമയം നോക്കി നിൽക്കാനും, അവരെ സമയത്ത് സ്വീകരിക്കാനും, അവർ വന്നില്ലെങ്കിൽ അവരെ അന്വേഷിച്ച് പോകാനും സമയമില്ല. ഒരു കാരണം ഗൾഫിലാണ്, മാതാപിതാക്കളും ഗൾഫിലാണ്, പിന്നെ കുട്ടികൾ എവിടെയെങ്കിലും ഹോസ്റ്റലിൽ പഠിക്കും. അതല്ലെങ്കിൽ മാതാവ് ഏതെങ്കിലും പച്ചത്തട്ടക്കാരനെ തേടിയോ അതല്ലെങ്കിൽ സലാത്തിൻ്റെ മജ്‌ലിസിലേക്കോ ഏതെങ്കിലും മജ്‌ലിസിൽ പെട്ടുപോകും. അങ്ങനെ പോകുന്നതും പിതാവ് നല്ല രീതിയിൽ അവിടെ നയിച്ച് ഇവർക്ക് അയച്ച് അദ്ദേഹത്തിനും ഒരു ഉത്തരവാദിത്വം ഈ നയിച്ച് അയക്കുന്നത് മാത്രമാണ് പെൺകുട്ടികളെ സംരക്ഷിക്കുന്നത്, മക്കളെ സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സ്ത്രീ എവിടെയെങ്കിലും പോയി കറങ്ങി തിരിഞ്ഞു വരുന്നതാണ്. അതുകൊണ്ടാണ് ഉള്ള മക്കളെല്ലാം ഹോസ്റ്റലിൽ ആക്കി ഇവർ സ്വാതന്ത്ര്യത്തോടുകൂടെ എന്തെല്ലാം കരുതുന്നു, എവിടെയെല്ലാം പോകണം, ഇവർക്ക് ആരെല്ലാം കാണണം, എന്തെല്ലാം ചെയ്യണം, ഇതെല്ലാം ചെയ്തുകൊണ്ട് നല്ല സ്വാതന്ത്ര്യത്തോടുകൂടെ അവസാനം വരെ അങ്ങനെ ജീവിച്ച് ചത്തുപോകുന്നതാണ്. മക്കളെ ഇവിടെ നശിപ്പിച്ച് അവരുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്നതാണ്. ഈ പെൺകുട്ടി ഇപ്പോൾ പറയാൻ വന്നല്ലോ,
ഈ പെൺകുട്ടിയെ ആര് കെട്ടും? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഉള്ളത്ര കൊടുത്ത് കെട്ടിച്ച് അതിൽ 1-2 കുട്ടികളായി അവസാനം അവൻ വിട്ടുപോകുന്ന അവസരമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് പഠിപ്പിക്കുന്നതിന് ഞാൻ എതിരല്ല, ആരും എതിരല്ല. വിദ്യാഭ്യാസം പെൺകുട്ടികൾക്ക് വേണം. ജോലിയും അതിൻ്റെ അച്ചടക്കത്തോടു കൂടെ ചെയ്യും നിങ്ങൾ, അതും ചെയ്യുകയും വേണം. ഇവിടെ അതല്ല നടക്കുന്നത്. അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, പീഡിപ്പിക്കുമ്പോൾ ഒറ്റത്തവണ തന്നെ പീഡിപ്പിക്കാൻ ആ സമയത്ത് ഒറ്റക്ക് വിളിക്കുമ്പോൾ തന്നെ പോകാതിരിക്കലാണല്ലേ ഇവിടെ നോക്കേണ്ടത്. ആ പെൺകുട്ടി എന്താണ് പറയുന്നത്? 8 തവണ എന്നെ പീഡിപ്പിച്ചു എന്ന്. ഇവിടെ ഒരു മുറുഘാശ്രീ മഠത്തിൻ്റെ ഒരു സ്വാമിജി അതാണ് ചെയ്തത്. ഓരോ ദിവസത്തിൽ 4-5 പെൺകുട്ടികളെ അവൻ നശിപ്പിച്ച്, അവിടെ ഹോസ്റ്റലാണ്, ഇവൻ തന്നെ ഉണ്ടാക്കിയ ഹോസ്റ്റൽ, ഇവൻ തന്നെ പറഞ്ഞാൽ ഇവൻ പിച്ചെടുത്ത് ഉണ്ടാക്കിയ ഹോസ്റ്റലാണ്. എല്ലാ വിദ്യാഭ്യാസ രംഗത്തിലും ഉയർച്ചയിലായിരുന്നു, നല്ല ഹോസ്റ്റലായിരുന്നു. ഇവൻ്റെ സർവാധികാരത്തോടു കൂടെ അവിടെ നടക്കുകയായിരുന്നു. അവസാനം പെൺകുട്ടികൾ പരാതിയിൽ വന്നു. ഒരുപാട് പെൺകുട്ടികൾ നശിച്ചു പോയതാണ്. ചെറിയ പെൺകുട്ടികളാണ്, ചെറുപ്രായക്കാരാണ്. അവർക്ക് അത് തന്നെ വേണം. കുളിക്കുന്ന അവസരത്തിലും എല്ലാ അവസരത്തിലും അവന് മസാജ് ചെയ്യാനും എല്ലാ പെൺകുട്ടികളെ ഉപയോഗിച്ചു. അതുപോലെയാണ് ഇവിടെ ഒരു അസർ എന്ന് പറയുന്ന ഒരു തമ്മാടിത്തരം ചെയ്തതാണ് ഈ പെൺകുട്ടികളെ ഉപയോഗിച്ച്. അതുപോലെ അവിടെ ഉള്ള ടീച്ചർമാരും സ്ത്രീകളാണ്. അവർ പോലും ഇവനിക്ക് തന്നെ സപ്പോർട്ട് ചെയ്തു. അവരും ഇഷ്ടം വന്നതുപോലെ അവൻ ചോദിച്ചതെല്ലാം കൊടുത്ത ഈ ടീച്ചർമാരെ മടുത്തതിന് ശേഷം ഈ സ്റ്റുഡൻറ്റുകളാണ് വിളിക്കുന്നതെന്ന് നമുക്ക് നല്ലപോലെ മനസ്സിലാക്കുന്നു. എങ്കിലും അവനിക്ക് വഴങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന് അതിന് തക്കതായ ശിക്ഷ അദ്ദേഹത്തിന് നൽകണം. അവൻ്റെ കയ്യിൽ എന്താണുള്ളതെന്ന് ചോദിച്ച് അവന് നല്ല രീതിയിലുള്ള ശിക്ഷ കൊടുക്കേണ്ടതുമാണ്. അവൻ്റെ അംഗച്ഛേദന പോലും ചെയ്യണമെന്നാണ് റൂൾസ്. അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ അത് കയ്യിലെടുക്കരുത്, നമ്മൾ അടിക്കാനും പോകരുത്. അത് കംപ്ലൈൻറ്റ് കൊടുത്തുകൊണ്ട്, കേസ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ അകത്തിട്ട് ചവിട്ടി അകത്താക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയുന്നു. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവസാനം നിങ്ങൾ ഹോസ്റ്റലിൽ ജീവിക്കുന്ന പെൺകുട്ടികൾ ഏത് രീതിയിലാണെന്ന് കാണുക. അസ്സലാമു അലൈക്കും, നമസ്കാരം. ನಾನು ರೇಣು ಸ್ವಲ್ಪ ಹೊಡಿತೀವಿ ಇವಾಗ ನಂಗೆ ಅವ್ರ ಜೊತೆ ಹೊಡಿಬೇಕಂತ ಪ್ಲೀಸ್ ಡೋಂಟ್ ಫೋರ್ಸಬಲ್ ಊಟ ಮಾಡುವಾಗ ತಗೊಳ್ಳಿ ನಾವು ಟಾಮ್ ಅಂಡ್ ಜೆರಿ ಅಲ್ಲ ಅಂತ ಪ್ರೂವ್ ಮಾಡೋಣ ಬಾಸ್ ಸ್ವಲ್ಪ ಕುಡಿಯೋಣ ನೀವು ಟಾಮ್ ಅಂಡ್ ಜೆರಿ ನೋ Nivea's nourishing lotion especially for the skin type. The rich and creamy formula. ಇಲ್ಲ ಅಲ್ಲ ಸ್ವಲ್ಪ ಇಲ್ಲ ನಾ ಬೇಕಾದ್ರೆ ಕೂಡ ಅಂದ್ರೆ ಕೂಡ್ದ ನನಗೆ ನನ್ನಿಂದ ಏನಾಗಲ್ಲ ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ಏನು ನೋಡೋದು ಬೇಡ ಸ್ಟ್ರಾಬೆರಿ ಏನು ಬ್ಯಾಡ ಮಮತಾ ನೀನು ಸ್ಮೋಕ್ ಮಾಡಕ್ಕಾಗುತ್ತಾನೆ ಈಗ ಆಗಲ್ಲ ಓದಿಲ್ಲ ಎಣ್ಣೆ ನಾನು ಸ್ಮೋಕ್ ಕೆಟ್ಟದ್ದು ನಿಜವಾಗ್ಲೂ ನನಗೆ ಡ್ರಿಂಕ್ ಬ್ಯಾಡ್ಲಿ ನಿನ್ಗೆ ಹೆಂಗ ಸ್ಮೋಕ್ ಆಗಲ್ಲ ನನಗೆ ಹಂಗ ಆಗಲ್ಲ ಡ್ರಿಂಕ್ ಪ್ಲೀಸ್ ಪ್ಲೀಸ್ ನಾನು ಪ್ರೀತಿಯಿಂದ ಹೇಳಕತ್ತೇನೆ ಪ್ಲೀಸ್ ಶೇರ್ ಮಾಡಿ ನಾನು ಸತ್ರು ಒಂದೇ ಪ್ಲೀಸ್ ನಂಬಿಕೆ ಅಲ್ಲ ಮಮತಾ ನನ್ ನಿಜ